ബി. മരുതൂർക്കോണം പട്ടംതാണുപിള്ള മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 2ാം വർഷ വോളണ്ടിയർ സെക്രട്ടറിയാണ്. കോവിഡ് എന്ന മഹാമാരി നിലനിൽക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ പോലും NSSന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഓൺലൈനായി സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഡിസംബർ 23 കിസാൻ ദിവസ് എന്ന ദിവസമാണ് ഞങ്ങളുടെ സ്കൂളിന്റെ പ്രവർത്തനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഭാരതത്തിന്റെ 5ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ഓർമ്മയ്ക്കായാണ് കിസാൻ ദിവസ് ആഘോഷിക്കുന്നത്. കർഷകരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒട്ടേറെ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ഈ പരിപാടി സമർപ്പിക്കുന്നു. ടിഷ്യൂ കൾച്ചർ ജൈവ ഗവേഷണ രീതിയാണ്. അത് ഒരു മൃഗത്തിൽ നിന്നോ സസ്യത്തിൽ നിന്നോ ഉള്ള ടിഷ്യൂവിൻ്റെ ശകലങ്ങൾ ഒരു കൃത്രിമ പരിസ്ഥിതിയിലേക്ക് മാറ്റുന്നു. ടിഷ്യൂ കൾച്ചർ ടെക്നിക്കുകൾ പലപ്പോഴും സസ്യങ്ങളുടെ വാണിജ്യ ഉൽപ്പാദനത്തിനും സസ്യ ഗവേഷണത്തിനും ഉപയോഗിക്കുന്നു. ഇനിഷ്യേഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇനോവേഷൻ, ഹാർഡനിങ് ആൻഡ് ഫീൽഡ് ട്രാൻസ്ഫർ എന്നിങ്ങനെ 4 സ്റ്റേജ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇനിഷ്യേഷൻ ആണ്. ഇനിഷ്യേഷൻ എന്ന് പറയുമ്പോൾ എക്സ്പ്ലാന്റ്, അതായത് ടിഷ്യൂ കൾച്ചറിന് മീഡിയത്തിൽ ഉപയോഗിക്കുന്ന പാർട്ടിനാണ് എക്സ്പ്ലാന്റ് എന്ന് പറയുന്നത്. ആ എക്സ്പ്ലാന്റ് എടുത്തിട്ട് പ്രോപ്പർ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് വഴി നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ട് മീഡിയത്തിലോട്ട് ഇനോക്കുലേറ്റ് ചെയ്യും. ആ സ്റ്റേജാണ് ഇനിഷ്യേഷൻ എന്ന് പറയുന്നത്. ഇവിടെ മീഡിയം ആയിട്ട് ഉപയോഗിക്കുന്നത് MS മീഡിയം, മൊറാഷീസ് പൂജ മീഡിയം ആണ് ഉപയോഗിക്കുന്നത്. ഒരു എക്സ്പ്ലാന്റിന് വളരാൻ ആവശ്യമായ മൂലകങ്ങൾ നൽകുന്നതിന് വേണ്ടിയും അതിനോടൊപ്പം ആ എക്സ്പ്ലാന്റിന് വളരുവാൻ വേണ്ടിയുമുള്ള പ്രതലമായുള്ള സൊല്യൂഷനെയാണ് മീഡിയ എന്ന് പറയുന്നത്. പ്രധാനമായും ടിഷ്യൂ കൾച്ചറിൽ ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ് MS മീഡിയം. ടിഷ്യൂ കൾച്ചറിൽ MS മീഡിയം പ്രധാനപ്പെട്ട ദൗത്യമാണ് വഹിക്കുന്നത്. അതായത് ഒരു എക്സ്പ്ലാന്റിന് വളരാൻ വേണ്ടിയുള്ള എല്ലാ ഘടകങ്ങളും നൽകുന്നതിനും അധികമായി ആവശ്യമായി വരുന്ന ഹോർമോണുകൾ നൽകുവാൻ വേണ്ടി ഈ മീഡിയം സഹായിക്കുന്നു. 1 ലിറ്ററിൻ്റെ MS മീഡിയം ചെയ്യാൻ വേണ്ടി ആവശ്യമായ ഘടകങ്ങൾ ഇവയൊക്കെയാണ്: മാക്രോന്യൂട്രിയൻസ്, മൈനർ സാൾട്ട്, വിറ്റാമിൻസ് ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. മാക്രോന്യൂട്രിയൻസിൽ അമോണിയം നൈട്രേറ്റ്, കാൽഷ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം സൾഫേറ്റ്, മോണോ പൊട്ടാസ്യം ഫോസ്ഫേറ്റ് എന്നിവയാണ്. മൈനർ സാൾട്ടിൽ ബോറിക് ആസിഡ്, കൊബാൾട്ട് ക്ലോറൈഡ്, ഫെറസ് സൾഫേറ്റ്, മഗ്നീഷ്യം സൾഫേറ്റ്, പൊട്ടാസ്യം ഓക്സൈഡ് എന്നിവയാണ്. വിറ്റാമിൻസ് ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട്സിൽ മയോ അയനൈസ്റ്റോൾ, നിക്കോട്ടിക് ആസിഡ്, പൈറിഡോക്സിൻ, തൈമിൻ, ഗ്ലിസിൻ, ട്രിറ്റോൺ, അയോഡോണിക് അസിറ്റിക് ആസിഡ്, കൈനറ്റിൻ, അഗർ എന്നിവയൊക്കെ 1 ലിറ്ററിൻ്റെ സ്റ്റോക്ക് സൊല്യൂഷനായി പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം ഈ സൊല്യൂഷനെ ആട്ടോക്ലേവ് ചെയ്യുക. അതിനുശേഷം അതിനെ തണുക്കാൻ അനുവദിക്കുക. അടുത്തതായി ഈ തണുത്ത ലിക്വിഡിനെ 20 ml വെച്ച് കൾച്ചർ ബോട്ടിലിലേക്ക് മാറ്റാം. ബോട്ടിലിനെ കവർ ചെയ്യാം. അപ്പോൾ ഇനിഷ്യേഷൻ വച്ചിട്ട് ഒരു 15 days ആകുമ്പോൾ നമ്മളത് മീഡിയം മാറ്റി കൊടുക്കുക. കാരണം 15 ദിവസമൊക്കെ ആകുമ്പോൾ അതിനകത്തുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഡിപ്ലീറ്റഡ് ആവും. അത് കാരണം ഓരോ 15 days ആകുമ്പോൾ നമ്മൾ മാറ്റുന്നു. അങ്ങനെ ഒരു 30-45 daysനുള്ളിൽ ഈ എക്സ്പ്ലാന്റിന്റെ സൈഡിലെല്ലാം കുഞ്ഞു കുഞ്ഞു ബഡ്സ് വരും. ആ ബഡ്സിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. ഇത് ഒരു 15 days ആകുമ്പോൾ ഇതുപോലെ മാറും. മെരിസ്റ്റംസ് എല്ലാം ബഡായി മാറി ഓരോരോ ഷൂട്ടുകളായിട്ട് മാറി വരുന്നതായിരിക്കും. അപ്പോൾ ഒരു 15 days ആകുമ്പോൾ നമ്മൾ ഇതിനെ സബ് കൾച്ചർ ചെയ്യും. സബ് കൾച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ മേലത്തെ എപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്. അതായത് മേലത്തെ ഒരു ഷൂട്ട് വളർന്നു വരികയാണെങ്കിൽ അത് താഴെയുള്ള നാച്ചുറൽ ഷൂട്ടിനെ എന്ത് ചെയ്യും,
സപ്രസ് ചെയ്ത് മാറ്റും. അപ്പൊ ആ സപ്രസ് ചെയ്യുന്നത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊരു ടോപ്പ് കട്ട് ചെയ്ത് വിടും. ടോപ്പ് എന്ന് വെച്ചാൽ എപ്പിക്കൽ ബഡ്സിനെ കട്ട് ചെയ്യുമ്പോൾ ലാറ്ററൽ ബഡ്സ് ഒക്കെ ഒത്തിരി കയറി വരും. ആ പ്രോസസ്സാണ് സബ് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ വീണ്ടും സബ് കൾച്ചർ ചെയ്യുമ്പോൾ വീണ്ടും ഇതേപോലെ കുഞ്ഞ് സ്റ്റേജിലോട്ട് തിരിച്ചു വരും. അതായത് ഒരു ബോട്ടിലിൽ നമുക്കൊരു 3, 4, 5 ബോട്ടിലോട്ട് മാറ്റാൻ പറ്റും. ഈ സ്റ്റേജാണ് സബ് കൾച്ചർ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത് 15 ഡേയ്സിൽ നമ്മൾ ചെയ്യും. ഏകദേശം ഒരു 6 മുതൽ 7 സബ് കൾച്ചർ വരെ ചെയ്യുന്നതായിരിക്കും. ഈ സബ് കൾച്ചർ ചെയ്തിട്ട് അടുത്ത സ്റ്റേജാണ് ഷൂട്ട് ഇലോങ്ങേഷൻ എന്നത്. അതേ ഷൂട്ട് ഇലോങ്ങേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വയ്ക്കുന്നു. ഫീൽഡ് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് പോകും. അതായത് ഷെയ്ഡ് നെറ്റ് 50% ഷെയ്ഡ് നെറ്റിലോട്ട് ഈ ഷെയ്ഡ് നെറ്റിന്റെ ഗ്രീൻ ഹൗസിലോട്ട് നമ്മൾ ഇതിനെ മണലില് നടുന്നു. ഇതിപ്പോൾ ലാമിനൈറ്റ് റൂട്ട്സ് ആണ്. ഈ റൂട്ട്സ് എല്ലാം മാറിയിട്ട് നോർമൽ റൂട്ട് വരും. ഈ 50% ഷെയ്ഡ് നെറ്റ് വയ്ക്കുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ മേലെ ക്യൂട്ടികളൊന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഈ ചെടിയിലെ ലീഫിലൊന്നും നമ്മൾ ഇതിനകത്തുള്ള ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ കൊടുക്കുന്നത്. അപ്പൊ നോർമൽ ലൈറ്റിൽ അത് അഡ്ജസ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 50% ഷെയ്ഡ് നെറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ എന്നിട്ട് ഒരു 15-20 ദിവസം ആകുമ്പോൾ കവറിലോട്ട് മാറ്റി നടാനുള്ള പ്രായമാവും. അത് കഴിഞ്ഞിട്ടൊരു 10-15 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഫീൽഡ് നടാനുള്ള പരുവത്തിലോട്ട് മാറുന്നതാണ്.